Today in this video we are going to discuss about spindle assembly checkpoint, which is commonly referred as SAC. അതായത് നമ്മുടെ സെൽ സൈക്കിളിൻ്റെ പ്രോഗ്രഷൻ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സർട്ടൻ ചെക്ക് പോയിൻറ്റ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു ചെക്ക് പോയിൻ്റാണ് ഇത് സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻറ്റ്. സോ സെൽ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണല്ലേ സെൽ പ്രോഗ്രഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് ആയിട്ടുള്ള G1 ഫേസ്. സോ ആഫ്റ്റർ G1 ഫേസ് ദ സെൽ വിൽ എൻ്റർ ഇൻ ടു ദി എസ് ഫേസ്. എസ് ഫേസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണ്? അവിടെ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? സെല്ലിനകത്ത് നമ്മുടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ റെപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ പറയുന്നത്? ഫസ്റ്റ് ഗ്യാപ്പ് ഫേസിനെ പറയുന്നത്. സോ ആഫ്റ്റർ DNA റെപ്ലിക്കേഷൻ സെൽ വിൽ എൻ്റർ ഇൻ ടു ദി G2 ഫേസ്. G2 ഫേസ് എന്ന് പറയുമ്പോൾ ദ സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് അല്ലേ. സെക്കൻഡ് ഗ്യാപ്പ് ഫേസിനകത്ത് സെല്ല് എൻലാർജ് ചെയ്യുകയും അതുപോലെ തന്നെ സെല്ലുലാർ കോമ്പണൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം സെല്ല് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു? അപ്കമ്മിങ് മൈറ്റോട്ടിക് ഡിവിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സെൽ സൈക്കിളിൻ്റെ പ്രോഗ്രഷൻ നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ G2 ഫേസ് കഴിഞ്ഞ ഒരു സെല്ല് നേരെ മൈറ്റോസിസിനകത്തേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ വെച്ചിട്ടാണ് സെല്ലുലാർ ഡിവിഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? അതിനകത്ത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നുള്ള ഫേസുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മൈറ്റോസിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അത് G0 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകും, ഒരു അറസ്റ്റഡ് സ്റ്റേറ്റിലേക്ക്, ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിനകത്തേക്ക് സെല്ല് പ്രവേശിക്കും. അല്ലെങ്കിൽ G1 ഫേസിലേക്ക്, അതായത് മൈറ്റോസിസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെൽ സൈക്കിളിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സെൽ പ്രോഗ്രഷൻ കറക്റ്റ് റെഗുലേറ്റഡ് ആയിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ നമുക്ക് G1 to S ട്രാൻസിഷൻ്റെ അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, G2 to Mലേക്ക് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ മൈറ്റോസിസിനകത്തൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഏതാണ്? മൈറ്റോട്ടിക് ചെക്ക് പോയിൻ്റ് അഥവാ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? മെറ്റാഫേസിനകത്താണ് വരുന്നത്. മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ, ആ സമയത്താണ് ഏത് ആക്റ്റീവ് ആകുന്നത്? സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻ്റ് ആക്റ്റീവ് ആകുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്തിനു സഹായിക്കും? ടു എൻഷുർ പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ക്രോമസോം. അതായത് നമ്മുടെ മെറ്റാഫേസ് കഴിഞ്ഞ് അനാഫേസിനകത്തേക്ക് സെല്ല് പോകുമ്പോൾ അവിടെ ക്രോമസോമൽ സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട് അല്ലേ, രണ്ട് സൈഡിനകത്തേക്ക് പോയിട്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, ക്രോമസോംസ് കറക്റ്റായിട്ട് സെപ്പറേറ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് പോയിൻ്റാണ് ഇത് സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ നോർമൽ സിനാരിയോ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മെറ്റാഫേസ്, ഇതിപ്പോൾ മെറ്റാഫേസ് ആണെങ്കിൽ മെറ്റാഫേസിനകത്ത് എന്ത് സംഭവിക്കും? ക്രോമാറ്റിഡ്സ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്തായിരിക്കും? സ്പിൻഡിൽ ഫൈബേഴ്സ് വഴി മെറ്റാഫേസിക് പ്ലേറ്റിനകത്തേക്ക് അറേഞ്ച് ചെയ്യപ്പെടും അല്ലേ. അതായത് സ്പിൻഡിൽ ഫൈബേഴ്സ് രണ്ട് സൈഡിൽ നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ സെൻട്രോമിയറിൽ കാണുന്ന കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അവയെ എന്ത് ചെയ്യാണ്? ഒരു മെറ്റാഫേസിക് പ്ലേറ്റിനകത്ത് അലൈൻ ചെയ്ത് നിർത്തും. അതിനുശേഷം അനാഫേസിൽ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ മൈക്രോ ട്യൂബ്യൂൾസ് രണ്ട് ഓപ്പോസിറ്റ് സൈഡിനകത്തേക്ക് പുൾ ചെയ്തുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് ക്രോമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഒരു നോർമൽ കേസിൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇങ്ങനെ സ്പിൻഡിൽ അസംബ്ലി വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാണ്? അത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഓപ്പോസിറ്റ് പോളിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻറ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് ഭാഗത്ത് നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് നിന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ഇതിനെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കൈനറ്റോകോഴ്സിൽ ആര് വന്ന് അറ്റാച്ച് ചെയ്യണം? ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അഥവാ സ്പിൻഡിൽ അസംബ്ലി നടന്നിട്ടില്ലെങ്കിൽ, അതായത് സ്പിൻഡിൽ അറ്റാച്ച്മെൻറ്റ് നമ്മുടെ കൈനറ്റോകോറിൽ നടന്നിട്ടില്ലെങ്കിൽ അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ചെക്ക് ചെയ്ത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത്
ആക്റ്റീവ് ആവുന്നത് നമ്മുടെ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻറ്റ്, അതായത് എൻഡ് ഓഫ് ദി മൈറ്റോസിസിനകത്തേക്ക് ആകുമ്പോഴത്തേക്കും ആക്ടിവേറ്റഡ് ആവുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ ചെക്ക് ഫോർ ക്രോമോസോമൽ അറ്റാച്ച് ടു ദി സ്പിൻഡിൽ അറ്റ് മെറ്റാഫേസ്. മെറ്റാഫേസിനകത്ത് സ്പിൻഡിൽ അറ്റാച്ച്മെൻറ്റിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്നാണ് പറഞ്ഞത്, നമ്മുടെ സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻറ്റ്. ഇനി സെൽ ലുക്സ് ഫോർ ദ മിസ്പ്ലേസ്ഡ് ക്രോമോസോംസ് മീൻസ് വെദർ ആൾ ക്രോമോസോംസ് ആർ അറ്റാച്ച്ഡ് ഓർ സം ആർ ഫ്ലോട്ടിങ് ഇൻ സൈറ്റോപ്ലാസം. അതായത് ആ സമയത്ത് സെൽ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ക്രോമോസോംസ് എല്ലാം കറക്റ്റ് പ്ലേസിങ് നടന്നിട്ടുണ്ടോ, ഏതെങ്കിലും ക്രോമോസോംസ് അൺഅറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്നുണ്ടോ, കൈനറ്റോകോഴ്സിൽ അറ്റാച്ച്മെൻറ്റ് നടക്കാതെ വന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്ലോട്ട് ചെയ്ത് പോയിട്ടുണ്ടോ, അതൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു കേസാണ് സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ എന്താ സംഭവിക്കുന്നതെന്നാണ്, ഇഫ് ആൻഡ് സ്ട്രാഗ്ലർ ഓർ മിസ്പ്ലേസ്ഡ് ക്രോമോസോം ഈസ് ഫൗണ്ട് ദ മൈറ്റോസിസ് വിൽ സ്റ്റോപ്പ്. അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ക്രോമോസോംസോ അതല്ലെങ്കിൽ അൺഅറ്റാച്ച്ഡ് കൈനറ്റോകോഴ്സോ കണ്ടു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് മൈറ്റോസിസിന് അവിടെ എന്ത് ചെയ്യും, സെല്ല് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക, മൈറ്റോസിസ് അറസ്റ്റ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യാണ്, കുറച്ച് സമയം കൊടുത്തതിന് ശേഷം എല്ലാ സ്പിൻഡിൽസും കറക്റ്റായിട്ട് അറ്റാച്ച്മെൻറ്റ് വരുത്തി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സെല്ല് മൈറ്റോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മൈറ്റോട്ടിക് എക്സിറ്റ് നടത്തുന്നത്. സോ ടൈം ഈസ് അലൗഡ് സോ ദാറ്റ് സ്പിൻഡിൽ ക്യാൻ അറ്റാച്ച് ഓർ ക്യാച്ച് ദി സ്ട്രേ ക്രോമസോംസ്. അതായത് അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്രോമസോംസിനെയൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ അലൗ ചെയ്യും. അതിനുശേഷം മാത്രമാണ് പിന്നീട് എന്ത് ചെയ്യുന്നുള്ളൂ, നെക്സ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷനകത്തേക്ക് സെല്ല് പോവുള്ളൂ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കറിയാം നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉണ്ട്, അതിൻ്റെ സെൻട്രോമിയറിക് പോർഷനാണിത്. അവിടെ കൈനറ്റോകോഴ്സ് എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ആ റീജിയനിലാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, രണ്ട് ഭാഗത്തു നിന്നുള്ള സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെ അറ്റാച്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നോർമൽ കേസിലെ പോലെ എന്ത് സംഭവിക്കും, അറ്റാച്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മൈറ്റോസിസിനകത്തേക്ക് സെല്ല് പ്രവേശിച്ച് മെറ്റാഫേസ് കഴിഞ്ഞ് അനാഫേസ് കഴിഞ്ഞ് ടീലോഫേസ് കഴിഞ്ഞ് മൈറ്റോട്ടിക് എക്സിറ്റ് സംഭവിക്കും. ഇത് നോർമൽ കേസ്. ഇനി അഥവാ അൺഅറ്റാച്ച്ഡ് ആയിട്ടുള്ള കൈനറ്റോകോഴ്സ് വല്ലതും നമുക്ക് കണ്ടു കിട്ടുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് സെല്ല് എന്ത് ചെയ്യും, മൈറ്റോട്ടിക് അറസ്റ്റ് നടത്തും, മൈറ്റോസിസിനെ സ്റ്റോപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം നമ്മുടെ G2 ഫേസിനകത്ത് ക്രോമാറ്റിഡ്സ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എങ്ങനെയാണ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഹോൾഡിങ് നടത്തിയിരിക്കുന്നത് ഒരു പ്രോട്ടീനാണ്. ഏതാണ്, കൊഹെസിൻ എന്ന് പറഞ്ഞ മോളിക്യൂളും ഉണ്ട്. നമ്മുടെ ത്രൂ ഔട്ട് ദ ലെങ്ത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്തായിരിക്കും, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇനി പ്രോഫേസിനകത്തേക്ക് കിടക്കുന്ന സമയത്ത് ചില കൈനേസ് എൻസൈംസ്, കൈനേസ് മോളിക്യൂൾസ് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ കൊഹെസിനെയൊക്കെ എന്ത് ചെയ്യാണ്, ഫോസ്ഫോറിലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് പോളോ ലൈക്ക് കൈനേസ് PLK1, പിന്നെ സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് CDK1, അരോറ B. അപ്പോൾ ഈ കൈനേസ് എൻസൈം എന്ത് ചെയ്യാണ്, ഈ കൊഹസിൻ മോളിക്യൂളിൽ ചില റെസിഡ്യൂസിൽ പോയിട്ട് ഫോസ്ഫോറിലേഷൻ നടത്തുമ്പോൾ അവിടെ വേറൊരു കൈനേസ് ആക്ടിവേറ്റഡ് ആവുകയാണ്. അതാണ് വാപ്പിൾ അല്ലെങ്കിൽ WAPL എന്ന് പറയുന്ന കൈനേസ് മോളിക്യൂൾ. ആ മോളിക്യൂൾ എന്ത് ചെയ്യും, ആ മോളിക്യൂൾ അവിടെ ആക്റ്റീവ് ആവുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ക്രോമോസോംസിൻ്റെ ആംസിൽ നിന്ന് കൊഹസിൻ മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യും. കൊഹസിൻ മോളിക്യൂൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദേ ഗെറ്റ് സെപ്പറേറ്റഡ് അല്ലേ. അവരുടെ ആ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്ന മോളിക്യൂൾസിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ക്രോമസോം ആംസിൽ സെപ്പറേഷൻ നടക്കും. പക്ഷേ ഈ ഫോസ്ഫോറിലേഷനെ തടയുന്ന രീതിയിൽ ഒരു മോളിക്യൂള് എവിടെ പ്രസൻ്റാണ്, നമ്മുടെ സെൻട്രോമിയറിക് റീജിയണിൽ വരുന്നുണ്ട്. അതാണ് SGO1 ഷൊഗോസിൻ എന്ന് പറയുന്നത്. ഈ ഷൊഗോസിൻ എന്ത് ചെയ്യും, വിത്ത് PP2A അതായത് പ്രോട്ടീൻ ഫോസ്ഫറ്റേസ് 2Aയും കൂടി ചേർന്നിട്ട് ഈ WAPLൻ്റെ ആക്ടിവിറ്റി അവിടെ പ്രിവെൻറ്റ് ചെയ്യുകയും അതുകൊണ്ട് സെൻട്രോമിയറിക്കിലെ കൊഹസിൻസ് മാത്രം എന്താണ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെറ്റാഫേസിക് പ്ലേറ്റിൽ അറേഞ്ച്മെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ, ആംസൊക്കെ സെപ്പറേറ്റഡ് ആയിരിക്കും. പക്ഷേ സെൻട്രോമിക് റീജിയൻ എന്താണ്, ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഷൊഗോസിനും PP2 എന്താണ് അവിടെ ഹോൾഡ് ചെയ്ത് ലോക്കാക്കി നിർത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലോക്കാക്കി നിർത്തുന്നതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെറ്റാഫേസിക് പ്ലേറ്റിൽ പ്രോപ്പർ അലൈൻമെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സും എവിടെയെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ എന്താണ് അത് ഫ്ലോട്ട് ചെയ്ത് പോകും. സെപ്പറേഷൻ എപ്പോൾ മാത്രമേ നടക്കുന്നുള്ളൂ, അനാഫേസിനകത്തേക്ക് സെല്ല് ട്രാൻസിഷൻ നടക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, രണ്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സും ഫുള്ളി സെപ്പറേറ്റഡ് ആവുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു എൻസൈമാണ് സെപ്പറേസ്. അതെവിടെ ആക്ട് ചെയ്യുന്നത്, മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ്റെ സമയത്ത് ആര് വരും,
സെപ്പറേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് ഈ സെൻട്രൽ കൊഹസിൻസിനെയും കൂടിയും ക്ലീവ് ചെയ്ത് കണ്ട് എന്ത് ചെയ്യാണ്, സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് കൊഹസിൻ മോളിക്യൂളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, കൊഹസിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. CDK, PLK, അരോറാബി എന്ന് പറയുന്ന കൈനേസുകൾ വന്നിട്ട് സോറോണിൻ എന്ന് പറയുന്ന റെസിഡ്യൂനെയാണ് ഫോസ്ഫോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോസ്ഫോറിലേഷൻ നടന്നു കഴിഞ്ഞാൽ സോറോണിൻ്റെ യൂബിക്വിറ്റിനേഷൻ നടക്കും, സോറോണിൻ്റെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടക്കും കൊഹസിനിൽ നിന്ന്. അത് സംഭവിക്കുന്നത് കൊണ്ടാണ് ആര് ആക്റ്റീവ് ആവുന്നത്, നമ്മുടെ WAPL ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ WAPL എന്ത് ചെയ്യും, ദേ റിമൂവ് കൊഹസിൻ ഫ്രം ദി ആംസിൽ നിന്ന് കൊഹസിനെ റിമൂവ് ചെയ്യും. ആൻഡ് SGO1 പ്രൊട്ടക്ട് സെൻട്രോമിയറിക് കൊഹസിൻ ഡയറക്ട്ലി ബൈ പ്രിവെൻറ്റിംഗ് ദി ആക്ടിവിറ്റി ഓഫ് വാപ്പിൾ. അപ്പോൾ വാപ്പിളിൻ്റെ ആക്ടിവിറ്റിയിൽ സെൻട്രോമിയറിക് കൊഹസിൻ സെപ്പറേറ്റ് ചെയ്ത് പോവാതെ അല്ലെങ്കിൽ ക്ലീവ് ചെയ്ത് പോവാതെ സംരക്ഷിക്കുന്നതാണ് ആര്, ഈ ഷുഗോസിൻ എന്ന് പറയുന്ന മോളിക്യൂളും അതിൻ്റെതായിട്ടുള്ള PP2A പ്രോട്ടീൻ ഫോസ്ഫറ്റേസ് 2A എന്ന് പറയുന്ന മോളിക്യൂളും. അപ്പോൾ ഇവിടെ അത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. കൊഹസിൻ റിംഗ് സ്റ്റെബിലി ഹോൾഡ് ദ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ത്രൂ ഔട്ട് G2 ഫേസ് ആവുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട്, കൊഹസിൻ റിംഗ് ആണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ സ്റ്റേബിളി ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. ഇനി ഫോസ്ഫോറിലേഷൻ ഓഫ് സോറോണിൻ ബൈ PLK, അരോറാബി, CDK ഇൻഡ്യൂസ് ഡിസോസിയേഷൻ ഓഫ് ദി സോറോണിൻ ഫ്രം ദ കൊഹസിൻ. സോറോണിൻ്റെ ഡിസോസിയേഷന് കാരണമാകും ഫോസ്ഫോറിലേഷൻ. ഇനി ഫോസ്ഫോറിലേഷൻ നടന്ന് ഡിസോസിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആരെ ആക്റ്റീവ് ആവോടെ, എനേബിൾസ് വാപ്പിൾ ടു റിമൂവ് ദ ബൾക്ക് ഓഫ് ദ കൊഹസിൻ ഫ്രം ദ ക്രോമസോം ആംസ്. ഇനി സെൻട്രോമിയേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഷുഗോസിൻ, ദാറ്റ് ഈസ് ദ SGO1, വിച്ച് വിത്ത് ദ PP2A, that is phosphatase, counteracts the phosphorylation of centromeric cohesin rings and thus keep them in a locked state. അപ്പോൾ ഈ വാപ്പിളിൻ്റെ ആക്ടിവിറ്റീനെ പ്രിവെൻറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്തുന്നത് ഷോഗോസിനും PP2A ആണ്. ഇനി സെൻട്രോമിയറിക് കൊഹഷൻ എപ്പോഴാണ് ഡിസ്ട്രോയബിൾ ആവുന്നത്, അത് സെപ്പറേസിൻ്റെ ആക്ടിവിറ്റിയാണ് അറ്റ് മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ. ആൻഡ് ഈ ഡിസ്ട്രക്ഷനാണ് എന്തിനെ ട്രിഗർ ചെയ്യുന്നത്, ക്രോമോസോംസ് അനാഫേസിൽ സെപ്പറേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിനകത്തേക്ക് പോകുന്നത് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ കൊഹസിൻ്റെ സ്ട്രക്ചറാണ് അല്ലേ. കൊഹസിൻ്റെ സ്ട്രക്ചറിനകത്ത് വരുന്ന റെസിഡ്യൂസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നോർമൽ സിനാരിയോയിൽ ഈ സെപ്പറേസ് എന്ന് പറയുന്ന എൻസൈമിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൊഹസിനെ ക്ലീവ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ലോക്ക്ഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് ബൗണ്ട് ടു എ പ്രോട്ടീൻ കാൾഡ് സെക്യൂരിൻ. സെക്യൂരിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടാണ് സെപ്പറേസ് കാണുന്നത്. സോ സെപ്പറേസ് നോർമലി വന്നിട്ട് സെൻട്രോമിയറിക് കൊഹസിനെ കട്ട് ചെയ്യില്ല. എപ്പോഴാണ് കട്ട് ചെയ്യുന്നത്, അനാഫേസിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു കോംപ്ലെക്സ് ആക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ഏതാണ്, അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലെക്സ്, അതായത് APC. അപ്പോൾ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലെക്സ് അതിൻ്റെ കോഫാക്ടറായിട്ടുള്ള CDC20 ആയിട്ട് കമ്പൈൻ ചെയ്ത് ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് അവരെവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, ഈ സെപ്പറേറ്റ് സെക്യൂരിൻ കോംപ്ലെക്സിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അതിൽ നിന്നും സെക്യൂരിനെ എന്ത് ചെയ്യുന്നു, യൂബിക്വിറ്റിനേറ്റ് ചെയ്ത് കളയുന്നു. സെക്യൂരിൻ്റെ ഡിസ്ട്രക്ഷൻ നടക്കുന്നു. അപ്പോൾ അവിടെ സെക്യൂരിൻ സെപ്പറേസ് കോംപ്ലെക്സിൽ നിന്ന് ആര് റിലീസാവും, സെപ്പറേസ് റിലീസാവും. ആ സെപ്പറേസാണ് പിന്നെ പോയിട്ട് നമ്മുടെ കൊഹസിനെ ക്ലീവ് ചെയ്യുന്നത്. കൊഹസിനിലെ ക്ലീവേജ് നടക്കുന്നത് SCC1 എന്ന് പറയുന്ന ആ ഒരു റെസിഡ്യൂനെയാണ് പോയിട്ട് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇവിടെ മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെറ്റാഫേസിനകത്ത് സെപ്പറേസും സെക്യൂരിനും ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടായിട്ട് നിൽക്കുകയാണ്, ബൗണ്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനാഫേസ് ട്രാൻസിഷൻ്റെ സമയത്ത് അനാഫേസ് പ്രോട്ടീൻ കോംപ്ലെക്സ് അതിൻ്റെ കോഫാക്ടറായിട്ടുള്ള CDC20 ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇതിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇതിലെ സെക്യൂരിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണ് ബൈ യൂബിക്വിറ്റിനേഷൻ. അപ്പോൾ ആരവിടെ ഫ്രീ ആയി, സെപ്പറേസ് ഫ്രീ ആകുമ്പോൾ സെപ്പറേസ് പോയിട്ട് കൊഹസിൻ്റെ SCC1 എന്ന് പറയുന്ന ആ ഒരു സബ് യൂണിറ്റിനെ പോയിട്ട് ക്ലീവ് ചെയ്ത് കളയുന്നു. അങ്ങനെ ക്ലീവ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടുത്തെ ഈ കൊഹസിൻ റിങ് അവിടെ ഡിസ്ട്രക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത് നോർമൽ സിനാരിയോയിൽ. അപ്പോൾ ഇനി അൺഅറ്റാച്ച്ഡ് കൈനറ്റോകോഴ്സ് വരുമ്പോൾ സംഭവിക്കുന്നത്, അതായത് നമ്മുടെ സാക്ക് ആക്ടിവേറ്റഡ് ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൺഅറ്റാച്ച്ഡ് കൈനറ്റോകോഴ്സ് ആക്ടിവേറ്റ് സാക്ക് ബൈ റിക്രൂട്ടിംഗ് MAD2, BUBR1 ആൻഡ് BUB3. അതായത് സാക്ക് ഓൺ ആയിട്ടുള്ളൊരു സ്റ്റേജ് വരുന്ന സമയത്ത്
അവിടെ ഒരു സിഗ്നൽ ഫോം ചെയ്യാണ്. എന്താണ്? അതായത് എല്ലാ കൈനറ്റോകോഴ്സും അറ്റാച്ച്ഡ് ആയിട്ടില്ല എന്നുള്ള സിഗ്നൽ പോകുമ്പോൾ ആ സിഗ്നൽ ചെന്നിട്ട് ആരെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യും? ചില മോളിക്യൂൾസിനെ. അതിൽ വരുന്നതാണ് എന്ത്? MAD2, BUB3, BUBR1 എന്നൊക്കെ പറയുന്നത്. ഇവർ വന്ന് എവിടെ ബൈൻഡ് ചെയ്യും? കൈനറ്റോകോഴ്സിനകത്തേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? അത് വിത്ത് CDC20 ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു MCC ഫോർമേഷൻ, MCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോട്ടിക് ചെക്ക് പോയിൻറ്റ് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. അപ്പോൾ ദീസ് പ്രോട്ടീൻസ് ഫോംസ് മൈറ്റോട്ടിക് ചെക്ക് പോയിൻറ്റ് കോംപ്ലക്സ്. മൈറ്റോട്ടിക് ചെക്ക് പോയിൻറ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? MAD2, BUB3, BUBR1 വിത്ത് CDC20 എന്ത് ചെയ്യാണ്? MCC ഫോർമേഷൻ നടത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? This diffusible inhibitory signal that sequestrates CDC20 keeping the APC inactive. അതായത് അപ്പോൾ CDC20 ഇവിടെ ആരുമായിട്ട് ബൈൻഡ് ചെയ്തു? MAD2, BUB3, BUBR1 ആണ്. അപ്പോൾ CDC20ക്ക് എവിടെ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സിനകത്ത് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബൈൻഡ് ചെയ്യാതെ വരുമ്പോൾ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് അവിടെ എന്താണ്? ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സിന് സെക്യൂരിൻ സെപ്പറേസ് കോംപ്ലക്സിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ സെപ്പറേഷൻ നടക്കില്ല. അങ്ങനെ മൈറ്റോട്ടിക് അറസ്റ്റ് അവിടെ സംഭവിക്കും. അപ്പോൾ CDC20നെ ഇനാക്റ്റീവായിട്ട് നിർത്തുന്നത് ആരാണ്? APC20 ഇനാക്റ്റീവ് ആവാൻ കാരണം അവിടെ അതിന് വേണ്ടിയിട്ടുള്ള CDC20 കിട്ടിയില്ല. CDC20 എവിടെയാണ്? MCC ഫോർമേഷൻ്റെ സമയത്ത് അവിടെ ലോക്കായിപ്പോയി. ആരൊക്കെ കാരണം? MAD2, BUB3, BUBR1 കാരണം. സോ ദിസ് പ്രിവെൻറ്റ്സ് ഇറ്റ് ഫ്രം ടാർഗറ്റിംഗ് സെക്യൂരിൻ ആൻഡ് സൈക്ലിൻ ബി. സൈക്ലിൻ ബി എന്ന് പറയുന്നത് നമുക്കറിയാം, നെക്സ്റ്റ് മൈറ്റോട്ടിക് ഫേസിനകത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഓരോ ഫേസിനകത്തും നമ്മൾ ഓരോ സൈക്ലിൻസും ഓരോ CDKസും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രക്ഷനും കൂടി ആര് തടയുകയാണ്? ഈ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് ഇനാക്റ്റീവ് ആകുമ്പോൾ തടയുകയാണ്. അപ്പോൾ അത് പോയാൽ മാത്രമേ അടുത്ത സ്റ്റേജിനകത്തേക്ക് സെല്ലിന് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സോ ആസ് എ കോൺസിക്വൻസ് എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്സിൻ്റെ കോഹഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയും സെൽ സൈക്കിൾ അറസ്റ്റ് ചെയ്തിരിക്കുകയും ചെയ്യണം. ഇനി നോർമൽ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? MCC ഡിസംബിൾസ് വൺസ് ഓൾ കൈനറ്റോകോഴ്സ് ഗെറ്റ് പ്രോപ്പർലി അറ്റാച്ച്ഡ് ആൻഡ് അലൈൻഡ്. ഇനി നമ്മൾ ടൈം കൊടുത്തു, കുറച്ച് കഴിഞ്ഞാൽ എല്ലാ കൈനറ്റോകോഴ്സും അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെ MCC എന്ന് പറയുന്ന ആ ഒരു കോംപ്ലക്സ് ഡിസംബിൾ ചെയ്യണം. അതായത് MAD2 പോയി, BUBR1 പോയി, BUB3 പോയി. അപ്പോൾ ആര് ഫ്രീ ആയി? അവിടുത്തെ CDC20 ഫ്രീ ആയി. ആ CDC20 ആരിൽ പോയി ബൈൻഡ് ചെയ്യും? നമ്മുടെ APCയിൽ പോയി ബൈൻഡ് ചെയ്യുമ്പോൾ APC ആക്റ്റീവ് ആവും. APC ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനാഫേസിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പിന്നെ ടീലോഫേസും കഴിഞ്ഞ് മൈറ്റോട്ടിക് എക്സിറ്റ് നടത്തും. സോ MCC ഡിസംബിൾസ് വൺസ് ഓൾ കൈനറ്റോകോഴ്സ് ബിക്കം പ്രോപ്പർലി അറ്റാച്ച്ഡ്. അതേപോലെ തന്നെ CDC20 ഈസ് ഫ്രീ ടു ആക്ടിവേറ്റ് ദ APC which result in securin and cyclin B ubiquitination and degradation. cyclin Bയുടെ യൂബിക്വിറ്റിനേഷനും സെക്യൂരിൻ്റെ യൂബിക്വിറ്റിനേഷനും നടന്നാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? സെപ്പറേസ് റിലീസ് ആവുള്ളൂ. അതേപോലെ തന്നെ അനാഫേസിലേക്ക് ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. നമുക്ക് സെപ്പറേസ് റിലീസ് ചെയ്താലാണ് ക്ലീവേജ് നടത്താൻ പറ്റുള്ളൂ. ഇനി സെക്യൂരിൻ ഡീഗ്രഡേഷൻ ലീഡ് ടു ദ ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻ സെപ്പറേസ് വിച്ച് ക്ലീവ് കോഹസിൻ ലീഡിംഗ് ടു സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേഷൻ. സൈക്ലിൻ ബി ഡീഗ്രഡേഷൻ ഡിക്രീസ് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് 1 ആക്ടിവിറ്റി വിച്ച് റിസൾട്ട് ഇൻ ദ മൈറ്റോട്ടിക് എക്സിറ്റ്. സൈക്ലിൻ ബീൻ്റെ ഡീഗ്രഡേഷൻ വഴി CDK1ൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അത് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? ഓട്ടോമാറ്റിക്കലി സെല്ല് എന്ത് ചെയ്യും? മൈറ്റോട്ടിക് എക്സിറ്റ് നടത്തുന്നു. ഇതാണ് നോർമലായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ MAD ജീൻസ് എന്ന് പറയുന്നത്, അതായത് മൈറ്റോട്ടിക് അറസ്റ്റ് ഡിഫക്റ്റീവ് ജീൻസാണ് MAD2 എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ BUBR1, BUB3 എന്നൊക്കെ പറയുന്നത് ബഡ്ഡിങ് അൺഇൻഹിബിറ്റഡ് ബൈ ബെൻസിമിഡാസോൾ എന്ന് പറയുന്ന ജീനാണ് BUB ജീൻസ്. അപ്പോൾ ഇവിടെ രണ്ട് സിനാരിയും കൂടി ഒരുമിച്ച് കാണിച്ചിരിക്കുന്ന ഒരു ഫിഗറാണ്. അതായത് ചെക്ക് പോയിൻറ്റ് ഓൺ ആയിരിക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു കൈനറ്റോകോഴ്സ് അൺഅറ്റാച്ച്ഡ് ആണ്. അൺഅറ്റാച്ച്ഡ് ആയപ്പോൾ ആരൊക്കെ റിക്രൂട്ടായി? അവിടെ MAD2 വന്നു, BUBR1 വന്നു, BUB3 വന്നു, CDC20നെ ബൈൻഡ് ചെയ്തു. CDC20 അവിടെ ബൗണ്ടഡ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ APC അവിടെ എന്തായി? ഇനാക്റ്റീവ് ആയപ്പോൾ അത് സെക്യൂരിൻ്റെ ഡിസ്ട്രക്ഷനെയും സൈക്ലിൻ ബീൻ്റെ ഡിസ്ട്രക്ഷനെയും ഇൻഹിബിറ്റ് ചെയ്തു. ഇത് രണ്ടും ഡിസ്ട്രക്ട് ചെയ്ത് പോയാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? മൈറ്റോട്ടിക് എക്സിറ്റ് നടക്കുള്ളൂ. അപ്പോൾ ഇത് ഡിസ്ട്രക്ട് ചെയ്ത് പോകാത്തതുകൊണ്ട് എന്താണ്? അവിടെ മൈറ്റോട്ടിക് എക്സിറ്റ് അല്ലെങ്കിൽ അനാഫേസിനകത്തേക്ക് സെല്ല് പ്രവേശിക്കാതെ മൈറ്റോട്ടിക് അറസ്റ്റ് നടന്നു. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ MAD2, BUBR1, BUB3 അവിടെ റിക്രൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഥവാ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ് ടൈം കൊടുത്തതിന് ശേഷം അറ്റാച്ച്മെൻറ്റ് നടന്നതാണെങ്കിൽ അത് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഈ ബൗണ്ടഡ് സ്റ്റേറ്റിലുള്ള CDC20 അവിടെ ഫ്രീ ആയിട്ട് അത് APCയിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ APC അവിടെ ആക്റ്റീവ് ആവും.
അങ്ങനെ ആക്റ്റീവായിട്ടുള്ള APC സെക്യൂരിൻ്റെയും യൂബിക്യൂറ്റിനേഷൻ നടത്തും, സൈക്ലിൻ ബിൻ്റെയും യൂബിക്യൂറ്റിനേഷൻ നടത്തും. അതെന്ത് ചെയ്യുന്നു, അനാഫേസിനകത്തേക്ക് സെല്ലിനെ പ്രൊമോട്ട് ചെയ്ത് മൈറ്റോട്ടിക് എക്സിറ്റ് നടത്തുന്നു. അപ്പോൾ ഇതാണ് സ്പിൻഡിൽ അസംബ്ലി ചെക്ക് പോയിൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. താങ്ക് യു.